ഫ്രണ്ടിൽ വൈറ്റും യെല്ലോയും. എന്തിനാണ് വൈറ്റും യെല്ലോയും? വൈറ്റ് എന്തിനാണ്? രാത്രി പ്രകാശം. നമുക്ക് രാത്രി കാലങ്ങളിൽ മുമ്പിലോട്ട് പോകണമെങ്കിൽ പ്രകാശം വേണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഹെഡ്ലൈറ്റ്. ഈ ഹെഡ്ലൈറ്റിൽ തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നത്? ഹെഡ്ലൈറ്റിൽ എന്തൊക്കെ പർപ്പസാണ് ഉള്ളത്? ഹെഡ്ലൈറ്റ് തന്നെ, ഈ വൈറ്റ് ലൈറ്റ് തന്നെ എത്ര പർപ്പസാണ് ഉള്ളതിനകത്ത്? ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്നു. അതിന് മുന്നേ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തതിന് മുന്നേ തന്നെ വേറൊരു വെള്ള ലൈറ്റ് കൊണ്ട് കത്തും. അതേ ലൈറ്റാണ് പാർക്ക് ലൈറ്റ് എന്ന് പറയും. എന്താണ് ഈ പാർക്ക് ലൈറ്റ്? അത് പറഞ്ഞുതരാണ്. പാർക്ക് ലൈറ്റ് എന്നിട്ടേ നോക്കിയോ, പാർക്ക് ലൈറ്റ്. ഇത് കണ്ടോ, പാർക്ക് ലൈറ്റ് മാത്രം ഇട്ടാൽ മതി. കണ്ടോ, പാർക്ക് ലൈറ്റ്. ഇത് സന്ധ്യാസമയങ്ങളിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ലൈറ്റ് ആദ്യം ഇടുന്നത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഷോപ്പിങ്ങിനോ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സാധനം മേടിക്കാൻ കയറി, അല്ലെങ്കിൽ വീട്ടിലെ ഫ്രണ്ടിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ, ഈ ലൈറ്റ് ഇടണം. പാർക്ക് ലൈറ്റ് ഇട്ട് വയ്ക്കുക. എന്തിനാണ് പാർക്ക് ലൈറ്റ് വെച്ചേക്കുന്നത്? അപ്പോൾ പാർക്ക് ലൈറ്റ് ഫ്രണ്ടിൽ വെള്ള ലൈറ്റും നേരെ പുറകുവശത്ത് എന്ത് ലൈറ്റ് ആയിരിക്കും? ചുവന്ന ലൈറ്റും ആയിരിക്കും. അപ്പോൾ ചുവന്ന നമുക്ക് ബാക്കിലോട്ട് പോകാൻ അത് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. അപ്പോൾ പാർക്ക് ലൈറ്റ് ഓണാവുമ്പോൾ ഹെഡ്ലൈറ്റ് ഒരിക്കലും ഓണാവില്ല. ഹെഡ്ലൈറ്റ് ഓണാവുമ്പോൾ പാർക്ക് ലൈറ്റും ഓണാവില്ല. അപ്പോൾ ഹെഡ്ലൈറ്റിൽ അപ്പോൾ രണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ ലിവറിൽ തന്നെ അതിൽ തന്നെ 3 ഫങ്ഷൻ ഉണ്ട്. പാർക്ക് ലൈറ്റ് ഓണ്, ഒന്നും കൂടെ കറക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓണ്, പിന്നെ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു. പിന്നെ അതിന് ഇല്ല, പിന്നെ അതിൽ ഓഫ് മാത്രമേ ഉള്ളൂ. ആദ്യം ഓഫ്. ഇപ്പം ഓഫ് ചെയ്തേ, അത് എനിക്ക് അതിരുന്നോ? ഞാൻ അതിരുന്നോ? അല്ലെങ്കിൽ മേഡം ആയിരിക്കുന്നോ? അതിരുന്നോ? ഓഫായല്ലോ. ഇപ്പം ഒന്നും വർക്കിംഗ് അല്ല. പാർക്ക് ലൈറ്റ് മാത്രമേ ഇട്ടേ. നോക്കിക്കോണം, ഈ 2 ലൈറ്റ് നോക്കിക്കോണം. പാർക്ക് ലൈറ്റ് ഓണായല്ലോ. ശരി, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തേ. അപ്പോൾ പാർക്ക് ലൈറ്റ് ഓണായോ? ഓഫായോ? അത് ശരിക്കും അത് ഓണാണ്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. അപ്പം കൂടുതൽ പ്രയാസത്തിന് വേണ്ടി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആകുമ്പോഴത്തേക്കും ഈ പാർക്ക് ലൈറ്റ് ഓഫ് ആവേണ്ടതാണ്. അത് ഓഫായിട്ടില്ല. ഓക്കെ, അത് നിൽക്കട്ടെ, അതെന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ആ സ്വിച്ചിൽ ഇനി വേറെ ഇല്ല. ഇനി ഓഫ് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഹൈ ബീം ഇട്ടേ. ഒരാൾ ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരുന്നു. കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇരുന്നു. മുഖത്ത് വെട്ടം അടിക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. ശരി, ഇപ്പം ഡിമ്മ ബ്രൈറ്റാ? ഡിമ്മ് ബ്രൈറ്റ് ആക്കിയേ. അത് ഹെഡ്ലൈറ്റ് അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലേ? അത് പൊക്കി വെച്ചിരിക്കുന്നു. പൊങ്ങിയല്ലേ ഇപ്പോൾ? ഇവിടെ ഇരുന്ന്, അവിടെ ഇരുന്ന്, അവിടെ ഇരുന്നു. പൊക്കം കുറഞ്ഞത് ഇപ്പം ആ ചേച്ചി ഇരുവോ? ചേച്ചി ഇരുന്നു, അല്ലെങ്കിൽ കുറച്ച് പൊക്ക്. ആ ഇപ്പം കണ്ടല്ലോ. ശരി, ചേച്ചിയുടെ മുഖത്ത് നോക്കിക്കോണേ. ഇപ്പം ഡിമ്മാക്കിയേ. ഇപ്പം ഇങ്ങോട്ട് പോയി ചേച്ചിയുടെ പ്രകാശം താഴെ വന്നു. ബ്രൈറ്റ് ആക്കിയേ. ചേച്ചി ബ്രൈറ്റ് ആക്കിയപ്പോൾ കണ്ണിൻ്റെ എന്തെങ്കിലും ഇതോ ഇതാ ആണെങ്കിൽ വണ്ടിക്ക് തിരുന്നേ. അല്ല, കുറച്ച് പൊങ്ങണം ചേച്ചി അല്ലേ? കുറച്ചുകൂടി ചേച്ചി ബാക്കിലോട്ട് ഇരുന്നേ ചേച്ചി. ഇത് രാത്രി ആയതുകൊണ്ടാണ് നമുക്ക്, പകലാണ്. ആ ഇവിടെ ഇരുന്ന കറക്റ്റ്, ഇവിടെ ഇരുന്നു. ഇപ്പോഴാ ഡിമ്മാക്കി ബ്രൈറ്റ് ആക്കിയേ. ഇപ്പോൾ ബ്രൈറ്റ് ആക്കിയപ്പോഴാ കാണാൻ പ്രയാസമുണ്ടോ ഇവിടെ? ഈ ഹെഡ്ലൈറ്റ് നോക്കിയേ. എപ്പോഴും രാത്രിയിൽ ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് എപ്പോഴും നീറ്റായിരിക്കുക. ഈ അഴുക്ക് കിരുന്ന കഴിഞ്ഞാൽ പ്രകാശം വെളിയിലോട്ടുള്ളത് കുറയും. ശരി, ആ ഡിമ്മും ബ്രൈറ്റും ആക്കിയേ. കണ്ടാ, ഡിമ്മാക്കിയപ്പോഴത്തേക്കും ബ്രൈറ്റ് ആക്കിയപ്പോൾ ഉയർന്നുണ്ടാ. ബ്രൈറ്റ് ആക്കുമ്പോൾ മുഖത്തേക്ക് അടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റാതെ വരും. അതാണ് ഏറ്റവും കൂടുതൽ രാത്രിയിൽ അപകടം സംഭവിക്കുന്നത്. അപ്പം എതിരെ വാഹനങ്ങൾ, ഇപ്പോൾ ഒരു സ്കൂട്ടർ ആയിക്കോട്ടെ, സൈക്കിളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? എതിരെ വരുമ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിമ്മാക്കണം. ഡിമ്മാക്കി. ഇപ്പം കണ്ട ചേച്ചിയുടെ മുഖത്ത് പ്രശ്നം, കുഴപ്പമില്ല. ഹൈ ബീം ആക്കിയെങ്കിലോ? ഹൈ ബീം ആക്കിയേ. കണ്ടാ മുഖത്ത് പ്രകാശം പറഞ്ഞ. അത് ഓപ്പോസിറ്റ്. ഇപ്പം നല്ല ലോങ് ലൈനിൽ പോകണമെങ്കിൽ ഒത്തിരി പ്രയാസം ഉണ്ടാവും. ഡിമ്മും ബ്രൈറ്റും ഒരുമിച്ചാക്കിയേ. കണ്ടാ, ഇപ്പോൾ 2 ലൈറ്റും ഒരുമിച്ച് കത്തുക. പ്രസ് വെച്ചോ. കണ്ടാ, ഇപ്പം ഡിമ്മും ബ്രൈറ്റും ഒരുമിച്ച് കത്തിയിരിക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ലോങ് ലെവലിൽ, ഇപ്പോൾ രാത്രിയിൽ പോകുമ്പോൾ എതിരെ വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ ഹൈ ബീം ഇട്ട് മാത്രമേ പോകാവൂ. എതിരെ വണ്ടി വരുന്നു, ഡിമ്മാക്കുക.
നിങ്ങൾ വളവ് തിരിയാണ്, നിങ്ങൾ ഒരിക്കലും രാത്രിയിൽ ഹോൺ അടിക്കാൻ പാടില്ല. രാത്രിയിൽ ഹോൺ അടിക്കാനേ പാടില്ല. നമ്മൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ലൈറ്റ് നമ്മൾ ഹൈ ബീം ലോ ബീം, ഹൈ ബീം ലോ ബീം. അപ്പം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് വളവാണെങ്കിൽ നമ്മുടെ പ്രകാശം ആ മരത്തിലോ അല്ലെങ്കിൽ ചെവരിലോ എവിടെ അടിക്കുമ്പോഴത്തേക്കും അവന് മനസ്സിലാവണം ഇവിടെ നിന്ന് വാഹനം വരയണമെന്ന്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും? ഹൈ ബീമും ലോ ബീമും ആക്കും. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലാതെ വളവിലോ അല്ലെങ്കിൽ ഒരിടത്ത് നമ്മൾ ആവശ്യമില്ലാതെ രാത്രി കാലങ്ങളിൽ ഹോൺ അടിക്കാനേ പാടില്ല. രാത്രി എന്നല്ല, പകലും ആവശ്യത്തിന് മാത്രമേ ഹോൺ അടിക്കാവൂ. ചിലർ കണ്ടില്ല എന്ത് ഇറിറ്റേറ്റിംഗ് ആണ് ഹോൺ അടിക്കുന്നത്. ഇല്ലേ, നമ്മുടെ വണ്ടി അറിയാതെ ഒന്ന് ഓഫായി കഴിഞ്ഞാൽ നമ്മളെ ചെവി അടിച്ച് പൊട്ടിക്കും. പ്രത്യേകിച്ച് ബെറിൽ കൂടെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടില്ല ഇവരാൽ, ഇല്ലേ? അപ്പോൾ ഇതാണ് കാര്യം. അപ്പം ഹൈ ബീം ഇട്ട് ഒരിക്കലും നമ്മൾ രാത്രി കാലങ്ങളിൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നെങ്കിൽ, അത് പ്രത്യേകിച്ച് പറയാം, ഓപ്പോസിറ്റ് വണ്ടി വരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഹൈ ബീം ഇട്ട് പോകാൻ പാടില്ല. ഡിമ്മാക്കിയേ പോകുള്ളൂ. ഹൈ ബീം ആക്കുക നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്രകാശം അറിയാൻ പറ്റും. പിന്നെ അകത്തെന്തറിയാൻ പറ്റും? ലൈറ്റ് അകത്ത് ഏത് ലൈറ്റ്? അകത്തുനിന്നേ നീല ലൈറ്റ് ആയിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾ നോക്കിയകത്ത് താഴോട്ടാക്കൂ. ആ, ഹൈ ബീം അകത്ത് നീല ലൈറ്റ് കത്തിയാ? ആ, അകത്ത് നീല ലൈറ്റ് കത്തിയാ മാം. ആ, അത് ഹൈ ബീമാണ്. ഡിമ്മാക്ക് ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അകത്ത് നീല ലൈറ്റ് കത്തിയാൽ